എന്റെ കാശിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്നെ വഞ്ചിക്കുവാനോടി പോകരുത്. ഓടാ, അധികം പ്രസംഗിക്കാനേ. നിന്റെ വീട്ടിലുണ്ടല്ലോ ഒരെണ്ണം, ചിറ്റമ്മ എന്ന പേരില്. അവളെ ആദ്യം നിരക്കി നിർത്താൻ നോക്ക്. ഏറ്റവും വയസ്സനായതുകൊണ്ട് പറ്റിയ ഒരു പയ്യനെ വച്ചിട്ടുണ്ടല്ലോ അവിടെ. ഓടാ. சார் சார் கொஞ்சம் நில்லுங்க. யாரு? என்ன மகாதேவா, சௌக்கியமா? அஞ்சிட்டு ரொம்ப நாள் ஆச்சு. உங்களை தான் பார்க்க முடியல, எப்பவுமே பிஸி தான். நீங்க வீட்டுக்கு அவ்வளவு வரதில்லையானே? எந்த நம்ம வேலை அட்டவாரிய போச்சு. எப்படியும் 2 வருஷத்துல ரிட்டையர்மெண்ட். அப்படி இருக்கும்போது எந்த லீவ் எடுக்கணும்? ஆமா, உங்க வீட்டுல ஒரு சின்ன பையன் இருக்குது. யார் அது? என்னோட தூரத்து சொந்தம் ராமநாதன். இங்க கம்ப்யூட்டர் கோர்ஸ் படிச்சுட்டு இருக்கா. நான் சொல்றேன்னு தப்பா நினைக்காதுங்க. உங்க வைஃப் சீதாலட்சுமியையும் அந்த பையனையும் சேர்த்து இந்த காலனியில ஆளுங்க தப்பா பேசுறாங்க. எதை தெரிஞ்சது சொல்லிட்டு வரட்டுமா? வேற வேலை இருக்கு. മനുഷ്യന് തല ഉയർത്തി നാട്ടി നടക്കാൻ പറ്റാതായി. ഇനി എല്ലാരും എവിടെയെങ്കിലും പോയി ചത്താ മതി. എന്തുണ്ടായിന്ന്? എന്തുണ്ടായിന്ന് എന്റെ വായിന്ന് തന്നെ കേൾക്കണോ നിനക്ക്? എന്നാ കേട്ടോ. വയസ്സിനെ പറ്റാതായപ്പോ വിത്ത് കാളയെ പോലെ ഒരുത്തരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുവാന്ന്. ഇനി ആരെങ്കിലും വായിന്ന് ഇത് കേട്ടാ ഒന്ന് കുഴിച്ചു പോകും ഞാൻ രണ്ടിനെ. വയസ്സിനെ പറ്റാതായപ്പോ വിത്ത് കാളയെ പോലെ ഒരുത്തരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുവാന്ന്. உங்க வைஃப் சீதாலட்சுமியையும் அந்த பையனையும் சேர்த்து இந்த காலனியில ஆளுங்க தப்பா பேசுறாங்க. വയസ്സിനെ പറ്റാതായപ്പോ വിത്ത് കാളയെ പോലെ ഒരുത്തരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുവാന്ന്. കഴിക്കാം. വേണ്ട, നല്ല സുഖമില്ല, എനിക്ക് മുറങ്ങണം. എന്ത് പറ്റി? ഡോക്ടറെ വേണ്ട, ഒരു ചെറിയ തലവേദനയാ. നീ കഴിച്ചിട്ട് കിടന്നു. എനിക്ക് വിശപ്പില്ല. സ്വഭാവം കൂടുതൽ വഷളായി വരുക. ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ. കിടന്നുറങ്ങാൻ നോക്ക്.
കൊച്ചമ്മ എണീറ്റോ? പിന്നെ എണീക്കാതെ ഇവിടെ വന്ന് നിൽക്കോ? ഞാൻ ഇപ്പൊ കാപ്പി തരാം. പിന്നെ കൊച്ചമ്മേ, സാറ് വെളുപ്പിനെ പോയി, കാപ്പി പോലും കുടിച്ചില്ല. എവിടെ പോയിന്ന്? യൂണിഫോമും പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നോടൊന്നും പറയാതെ കൊച്ചമ്മ ഉറക്കമല്ലായിരുന്നോ? ഉണർത്തുണ്ടാന്ന് വിചാരിച്ചു കാണും. ശരി, നീ കാപ്പി എടുക്ക.